तेरे, हम है पूरे दिल के साथ, दिल के साथ, हाँ दिल के साथ। अरे नहीं है दुनिया, नहीं है खुशियाँ, नहीं नहीं तेरी बुनियाद, जहाँ चले तू एक कदम चले दो कदम, हम तेरे साथ, हाँ तेरे साथ, हाँ तेरे साथ, हाँ तेरे साथ। तेरी मंजिल के है हम सफर, हम है मोदी केयर, मोदी केयर, मोदी केयर, हम है मोदी केयर, मोदी केयर, मोदी केयर। अनगिनत सपने आशाएं, बिन बंदिश बिन सीमाएं, चाहे जो हालात बने हम साथ खड़े हैं हम साए। कदम मिलाकर चलने को हम जान हथेली पर लाए, जान हथेली पर लाए, हाँ जान हथेली पर लाए। ओ तेरी उम्मीद, ओ तेरी उम्मीद, तेरी उम्मीद से बढ़कर हम है मोदी केयर, मोदी केयर, मोदी केयर, हम है मोदी केयर, मोदी केयर, मोदी केयर। दिल से दिल का बंधन है, ताल से ताल का संगम है, जीतेंगे बाजी ये इरादों में दमखम है। हसरत से बढ़कर मोदी केयर है, चाहत से बढ़कर मोदी केयर है, जुनून से बढ़कर मोदी केयर है, सपनों से बढ़कर मोदी केयर है, परवानों से बढ़कर हम है मोदी केयर, मोदी केयर, मोदी केयर, हम है मोदी केयर, मोदी केयर, मोदी केयर। ഗുഡ് മോദിക്ക മോർണിംഗ് ടീം, എല്ലാവരെയും ഹൃദ്യമായി മോദിക്ക് SBBM ആസാദ് കി പാഠശാല 10 reasons why a person should choose direct selling as his business profession. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജോമേഷ് M. ജോസഫ്, കേരളത്തിന്റെ പ്രോഡക്റ്റ് ആൻഡ് ബിസിനസ് ട്രെയിനർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു വ്യക്തി എന്തുകൊണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് അദ്ദേഹത്തിന്റെ പ്രൊഫഷനായിട്ട്, അദ്ദേഹത്തിന്റെ ബിസിനസ് ആയിട്ട് സെലക്ട് ചെയ്യണം, ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മേഖലയിൽ കർമ്മനിരതരാകുന്ന വ്യക്തികളാണ്. അപ്പൊ എന്തുകൊണ്ട് വളരുന്ന ഇൻഡസ്ട്രി ആയ ഡയറക്റ്റ് സെല്ലിംഗ്, ഒത്തിരി കൺവീനിയൻസ് ഉള്ള ഡയറക്റ്റ് സെല്ലിംഗ് നമുക്ക് ചൂസ് ചെയ്തുകൂടാം. അപ്പം എന്തുകൊണ്ട് ഒരു വ്യക്തി ഡയറക്റ്റ് സെല്ലിംഗ് ചൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ സെഷന്റെ ഭാഗമാകുക. എന്തൊക്കെയാണ് ഡയറക്റ്റ് സെല്ലിംഗിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന കൺവീനിയൻസ്, പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ നമുക്കൊരു പ്രൊഫഷനായിട്ട്, നമ്മുടെ ഒരു ഒക്യുപ്പേഷനായിട്ട്, ഒരു ബിസിനസ് ആയിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് ചൂസ് ചെയ്യാനായിട്ട് മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്ന്, മറ്റ് ബിസിനസ്സിൽ നിന്ന്, പ്രൊഫഷനിൽ നിന്ന് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ വ്യത്യസ്തമാക്കുന്ന 10 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 10 കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാം. അതിനു മുൻപായിട്ട് എന്തൊക്കെയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ, ഒരു വ്യക്തി ഡയറക്റ്റ് സെല്ലിംഗ് ചൂസ് ചെയ്യണം, ഇതിന്റെ കാരണം എന്തൊക്കെയാണ്, അതിന്റെ റീസൺസ് എന്ന് ഒന്ന് ജസ്റ്റ് നമുക്ക് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യും. നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് ഒരു വ്യക്തി, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെ റീസൺ ആണ് പ്രധാനമായിട്ടും ഡയറക്റ്റ് സെല്ലിംഗ് ചൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഒരു മുൻഗണന കൊടുക്കാനായിട്ട് സഹായിക്കും? ഒന്ന് കമന്റ് ചെയ്യൂ, എല്ലാവരും കമന്റ് ചെയ്യും. എന്നെ ശ്രവിക്കുന്ന എല്ലാ വ്യക്തികളും, സൂമിലുള്ളവര് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എന്താണ് കാരണം? ഒരു വ്യക്തി, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഡയറക്റ്റ് സെല്ലിംഗ് ചൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രി കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് ചൂസ് ചെയ്താൽ മതിയോ?
ഖദീജ മേഡം പറഞ്ഞത് ഒത്തിരി അവസരങ്ങളുള്ള ഒരു മേഖലയാണ്. വെരി ഗുഡ്, എക്സലന്റ്. ഒത്തിരി അവസരങ്ങളുള്ള ഒരു മേഖലയാണ്. അതെ, തീർച്ചയായും. ഖദീജ മേഡത്തിന് ആ ഒരു ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഖദീജ മേഡം ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞോ? ഈ ഒരെണ്ണം ഉള്ളോ? ബാക്കിയുള്ളവർക്കൊക്കെയോ? സോ എന്തുകൊണ്ട് ഒരു വ്യക്തി ഡയറക്ട് സെല്ലിംഗ് ചൂസ് ചെയ്യണം? എന്താണ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത? ഓക്കെ, ഇൻകം പ്ലാൻ. ഓക്കെ, ഡയറക്ട് സെല്ലിംഗിൽ നമുക്ക് നല്ലൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകതയില്ല ഒന്നാണ്. തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു ഇൻകം, ശരിയായ കമ്പനി സെലക്ട് ചെയ്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും പ്രോഡക്ട്സ് കമ്പനി ഡിപ്പെൻഡന്റ് ആണ്. തീർച്ചയായിട്ടും ഡയറക്ട് സെല്ലിംഗിന്റെ ഭാഗമാകുമ്പോൾ പ്രോഡക്റ്റ് ഓറിയന്റഡ് കമ്പനി ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതിൽ തന്നെ പ്രോഡക്റ്റിൽ നല്ലൊരു ശതമാനം നിത്യോപയോഗ സാധനങ്ങളായിരിക്കണം. അതിന് തീർച്ചയായിട്ടും ഗുണമേന്മ ഉണ്ടാവണം. യെസ്, വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അബ്സല്യൂട്ട്ലി. ഒത്തിരി ടെൻഷൻ അടിച്ചോ സ്ട്രെസ് ചെയ്തോ ഒന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്ട് സെല്ലിംഗ്. വളരെ കറക്റ്റ് ആണ്. യെസ്, സെൽവാനന്ദരാജൻ വളരെ കറക്റ്റ് ആണ്. ആര്യ മേഡം എന്താണ് പറഞ്ഞത്? നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല. കറക്റ്റ്, നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല, നേടിയെടുക്കാൻ ഒരുപാടുണ്ട് താനും. അബ്സല്യൂട്ട്ലി. താരമേഡം പറഞ്ഞത് ശ്രദ്ധിക്കുമോ? അൺലിമിറ്റഡ് ഇൻകം. യെസ്, അൺലിമിറ്റഡ് ഇൻകം. പരിധികളില്ലാത്ത, സീമകളില്ലാത്ത, അതിർവരമ്പുകളില്ലാത്ത ഇൻകം പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവണമെന്ന് മാത്രം. ഓക്കെ, ക്വാളിറ്റി ടൈം. തീർച്ചയായിട്ടും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന് നമുക്ക് അതനുസരിച്ച് വരുമാനം ലഭിക്കും. there is no time limit. Yes, പരിമിതികളില്ല. വളരെ കറക്റ്റ്. ഹനീഫ സാർ പറഞ്ഞിട്ടുള്ളത് ക്വാളിറ്റി പ്രോഡക്റ്റ് ലഭിക്കും. തീർച്ചയായിട്ടും നമ്മൾ ആ ഇൻഡസ്ട്രിയിലെ റൈറ്റ് കമ്പനിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്വാളിറ്റി ടൈം ലഭിക്കും. തീർച്ചയായിട്ടും അതോടൊപ്പം നമുക്ക് വരുമാനം ലഭിക്കും. തീർച്ചയായും രവീന്ദ്രൻ സാർ പറഞ്ഞു കമ്പനിയുടെ പ്രൊഫൈൽ. ഡയറക്ട് സെല്ലിംഗിൽ തന്നെ നമ്മൾ കമ്പനികൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കമ്പനിയുടെ പ്രൊഫൈൽ ഒക്കെ നോക്കണം, പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ നമ്മൾ നോക്കണം. സോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമാകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ മാറും. തീർച്ചയായിട്ടും. കാരണം നമ്മൾ വി ഡീൽ വിത്ത് പീപ്പിൾ, റൈറ്റ്? നെവർ ഡീൽ വിത്ത് മെഷീൻസ്, വി ഡീൽ വിത്ത് പീപ്പിൾ. ഓരോ വ്യക്തിയും യുണീക്കാണ്, അവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, റൈറ്റ്? സോ തീർച്ചയായിട്ടും നമ്മൾ വ്യക്തികളുമായിട്ട് ഇടപഴകുന്നു, അതനുസരിച്ച് നമുക്കും മാറ്റങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഡയറക്ട് സെല്ലിംഗ് നല്ലൊരു കമ്പനി നിങ്ങൾക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലേണിംഗ് സിസ്റ്റം ഉണ്ടാവും. യെസ്, അത് പരമാവധി നമുക്ക് മുന്നേറാൻ സാധിക്കും. നമുക്ക് വളരെ പ്രൊഫഷണൽ ആകാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് വളരെ പ്രൊഫഷണൽ ആകാനായിട്ട് നമുക്ക് സാധിക്കും. പേഴ്സണൽ ഡെവലപ്മെന്റ്. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പേഴ്സണൽ ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആയിരിക്കില്ല 2-3 വർഷം കഴിയുമ്പോൾ. ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. അബ്സല്യൂട്ട്ലി ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. നോ നീഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. വി ഡോണ്ട് ഹാവ് ടു ഇൻവെസ്റ്റ്. അല്ലെങ്കിൽ സാധാരണ ഒരു ബിസിനസ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്രയും നാളെ നമ്മൾ സമ്പാദിച്ചു വെച്ചതെല്ലാം നമ്മൾ അതിനകത്ത് കൊണ്ട് ഇടുകയാണ്. നമുക്കറിയില്ല, ഒത്തിരി സ്ട്രെസ് എടുക്കേണ്ടി വരും, ടെൻഷൻ, നാളെ എന്തെന്നുള്ള ഒരു ആകുലത. യെസ്, വി ക്യാൻ മീറ്റ് പീപ്പിൾ. യെസ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു, വി ഡീൽ വിത്ത് പീപ്പിൾ, വി മീറ്റ് പീപ്പിൾ. ഓരോ വ്യക്തിയും യുണീക്കാണ്. എത്രമാത്രം വ്യക്തികളെ നിങ്ങൾക്ക് കാണുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ലഭിക്കുക. യെസ്, ആത്മവിശ്വാസം വർദ്ധിക്കും. തീർച്ചയായിട്ടും നമ്മൾ 10 പേരോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ മാറ്റം ഉണ്ടാകും. എത്ര കോൺഫിഡൻസ് അല്ലാത്ത വ്യക്തിയും അല്ലെങ്കിൽ അത്യാവശ്യം കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് അത്ര ആത്മവിശ്വാസം ഒന്നും ഇല്ലാത്ത വ്യക്തികൾ പോലും ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ അവർ വളരെ ഫ്രീ ആയിട്ട് ഇത്ര പേരുടെ മുമ്പിലും സംസാരിക്കും. ടൈം ഫ്രീഡം. യെസ്, നമുക്ക് സമയം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും.
സമയം നമുക്ക് ലെവറേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ താരാമേടെ നല്ലൊരു പോയിന്റ് പറഞ്ഞു, കുറച്ച് വർഷത്തെ അധ്വാനം നമുക്ക് നല്ലൊരു പാസീവ് ഇൻകം തരും. നമ്മൾ ആ ഒരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യെസ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് വളരെ ആപ്റ്റാണ്. നമ്മൾ ഓരോരുത്തരും ഓക്കെ, ശ്യാം സാറ് പറഞ്ഞത്, ഇതിന്റെ മോളിൽ പറഞ്ഞ എല്ലാം ഇതുവരെ എന്തൊക്കെ നമ്മൾ പറഞ്ഞു അതിന്റെ എല്ലാം കൂടി ആകെത്തുകയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. അബ്സല്യൂട്ട്ലി. സോ ഫ്രണ്ട്സ്, ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. എല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് അതിന്റെ ഉത്തമമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. ഈ ബോധ്യം, ഈ ഒരു കാഴ്ചപ്പാട് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്കും അവർക്കും ഈ ബിസിനസ്സിൽ വിജയിക്കുന്നതിന്, മുന്നേറുന്നതിന്, അതുവഴിയായിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കുന്നതിന് സാധിക്കും. സോ ഫ്രണ്ട്സ്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മുടെ മന്ദന്റ് ആണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ സെർട്ടൺ റിക്വയർമെന്റ്സ് ഉണ്ട്. നമ്മുടെ സെർട്ടൺ റിക്വയർമെന്റ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാത്തവർ ദയവായിട്ട് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. നാളെ മുതൽ അവർക്ക് ബില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അപ്ലയൻസിനെ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അത് വിട്ടുപോകരുത്. ഇന്ന് തന്നെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് ചെയ്യാത്തവര്, അക്സെപ്റ്റ് ചെയ്യാത്തവര് ഇന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നാളെ മുതൽ അവർക്ക് ബില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക. നമ്മുടെ ടീമിലേക്ക് അത് പാസ് ഓൺ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അപ്ലയൻസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കസ്റ്റമർ കെയറിനെ ഉപയോഗപ്പെടുത്തുക. ഓൾറെഡി ചെയ്യാത്തവർക്കെല്ലാം ലിങ്ക് മെസ്സേജ് പുഷ് ചെയ്തിട്ടുണ്ട്. ആ മെസ്സേജസ് വഴി അവർക്ക് ലിങ്ക് ജനറേറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അത് ഉപയോഗപ്പെടുത്തുക. അപ്ലയൻസിനും ടീമുമായിട്ട് ബന്ധപ്പെടുക. കസ്റ്റമർ കെയറിനെ ഉപയോഗപ്പെടുത്തുക. റൈറ്റ്, നാളെ അല്ലെങ്കിൽ നമുക്ക് ബില്ല് ചെയ്യാനായിട്ട് പറ്റാതെ വരും. ഓക്കെ, നമ്മുടെ ബ്രെഡും ബട്ടറുമാണ് നമ്മുടെ ബിസിനസ്, നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അതിന്റെ പ്രാധാന്യം അതിനെ കൊടുക്കുക. സോ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ സെഗ്മെന്റിലേക്ക് കിടക്കാം. വൈ ഡയറക്റ്റ് സെല്ലിംഗ്? എന്തുകൊണ്ട് ഒരു വ്യക്തി ഡയറക്റ്റ് സെല്ലിംഗ് ചൂസ് ചെയ്യണം? അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ, അദ്ദേഹത്തിന്റെ ഒരു വരുമാന മേഖലയായിട്ട്, അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് മേഖലയായിട്ട് എന്തുകൊണ്ട് ഒരു വ്യക്തി ഡയറക്റ്റ് സെല്ലിംഗ് ചൂസ് ചെയ്യണം? അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കുള്ള പ്രത്യേകത എന്താണ്? എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ഈ സൂം ലിങ്കും ലൈവ് ട്രെയിനിങ് ലിങ്കും എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ലിങ്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എല്ലാ പ്രോസ്പെക്ട്സും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു വ്യക്തി നിങ്ങൾ മോദി കെയറിൽ നിങ്ങളുടെ ടീമിന്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും ഇത് കാണാനായിട്ട് പറയുക. സോ നമുക്ക് നോക്കാം, എന്തുകൊണ്ട് ഒരു വ്യക്തി ഡയറക്റ്റ് സെല്ലിംഗ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് താരാമേടെ വാനന്ദു പറഞ്ഞത് ഒരു പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ക്രിയേറ്റ് എ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. ഈ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം എന്താണ്. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച്, പ്രവൃത്തിക്കനുസരിച്ച് നമുക്ക് വേതനം, കൂലി ലഭിക്കുന്നു. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തി, പ്രവർത്തിക്കുന്ന വ്യക്തി, അവർക്ക് മാസ ശമ്പളമാണ് ലഭിക്കുക. ഒരു കടയിൽ ഒരു ജോലിക്ക് നിൽക്കുന്ന വ്യക്തിക്ക് ദിവസ വേതനമോ അല്ലെങ്കിൽ ആഴ്ചയിൽ അവർക്ക് വേതനമോ അല്ലെങ്കിൽ മന്ത്ലി അവർക്ക് കൂലിയോ ലഭിക്കും, സാലറിയോ ലഭിക്കും. സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് നമുക്കറിയാം, അവർ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ഇൻകമാണ് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് അനുസരിച്ച് അതിന് വേതനമായിട്ട് നമുക്ക് ലഭിക്കുന്ന വരുമാനമാണ് ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം. എപ്പം നമ്മൾ വർക്ക് നിലയ്ക്കുന്നോ, നമ്മുടെ പ്രവർത്തനം നിർത്തുന്നോ, വരുമാനം നിലയ്ക്കുന്നു. ഞാനൊരു കമ്പനിയിൽ 5 വർഷം ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 5 വർഷം ജോലി ചെയ്തു, ഞാൻ 6ാമത്തെ വർഷം എനിക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, ഞാൻ ജോലി ചെയ്യുന്നില്ലെങ്കിൽ എന്റെ വരുമാനം അവിടെ നിലയ്ക്കുകയാണ്. ഇനി എന്താണ് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം? നമ്മൾ എന്നോ ചെയ്തു വെച്ചതിന്റെ ഫലമായിട്ട് നമുക്കൊരു വരുമാനം നമുക്ക് ലഭിച്ചു പോരുകയാണെങ്കിൽ അതാണ് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. ഉദാഹരണമായിട്ട് നമ്മൾക്ക് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ, ഷെയർ മാർക്കറ്റിലൊക്കെ നമുക്ക് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ
നമുക്ക് ഒത്തിരി സ്ഥലമുണ്ട്, അവിടെയൊക്കെ പണിക്കാരുണ്ട്, അവർ ജോലി ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് നമുക്ക് കൃഷിയുടെ വിള ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് വ്യക്തികൾ പോയി വിൽക്കുന്നുണ്ട്, നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. നമ്മളൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്താൽ, ബിൽഡ് ചെയ്താൽ, ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അങ്ങോട്ട് പോകണമെന്നില്ല എനിക്ക് അതിന്റെ വരുമാനം നേടാനായിട്ട്. ഞാനൊരു പാട്ട് രചിച്ചാൽ ആരൊക്കെ ആ പാട്ട് കേട്ടാലും ഡൗൺലോഡ് ചെയ്താലും അതിന്റെ ഒരു വരുമാനം എനിക്ക് ലഭിക്കും. ഞാനൊരു ബുക്ക് എഴുതിയാൽ, ഒരു ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്താൽ എനിക്ക് അതിൽ നിന്നൊരു വരുമാനം ലഭിക്കും. നമ്മൾ എന്നോ ചെയ്തു വെച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് വരുമാനം ലഭിക്കുന്നതാണ് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം. പക്ഷെ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അതിന് നമുക്ക് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ, മൂലധനം ആവശ്യമാണ്. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഒത്തിരി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ അതനുസരിച്ച് ധനം ഉണ്ടാവണം. എന്നാ ഒരു പാട്ട് എഴുതാന്ന് വെച്ചാലോ, എനിക്കതിന് പ്രത്യേകമായിട്ടുള്ള ഇൻബോൺ ടാലൻസ് ആവശ്യമാണ്. സോ ഫ്രണ്ട്സ്, പാസീവ് ഇൻകം സാധാരണ രീതിയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു കഴിവ് വേണം. അല്ലെങ്കിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, അതിനുള്ള അവസരം, അതിനുള്ള സാഹചര്യം ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണമെങ്കിൽ, ഒരു 3 സ്റ്റാർ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, 5 സ്റ്റാർ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ലഭിക്കണമെങ്കിൽ അതിന് ഒത്തിരി ഞാൻ ആദ്യം മുടക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എനിക്ക് മൂലധനം ആവശ്യമാണ്. ഇതില്ലാതെ ഒരു പാസീവ് ഇൻകം സോഴ്സ് ഉണ്ടാക്കാനുള്ള ഏക മാർഗമാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഫ്രണ്ട്സ് നോക്കൂ, എത്ര മനോഹരമാണ് ഡയറക്റ്റ് സെല്ലിംഗ് കോൺസെപ്റ്റ്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ ഇല്ലാതെ, പെക്യൂലിയർ ആയിട്ടുള്ള കഴിവുകൾ ഇല്ലാതെ, മൂലധനമില്ലാതെ നമുക്ക് ഒരു വരുമാനം ലഭിക്കാനുള്ള അവസരം ഡയറക്റ്റ് സെല്ലിങ്ങിലുണ്ട്. നമ്മൾ ചെയ്തു വെച്ചതിന്റെ ശരിയായ രീതിയിൽ നമ്മൾ സമയമെടുത്ത് ഒരു ബിസിനസ്, ഒരു ടീം ബിൽഡ് ചെയ്താൽ, ടീമിൽ എവിടെ ബിസിനസ് നടന്നാലും അതിന്റെ ഒരു ഭാഗം നമ്മുടെ അക്കൗണ്ടിൽ വരും, നമ്മുടെ ഇൻകം ആയിട്ട് മാറും. അതാണ് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫീച്ചർ. ആദ്യത്തെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാസീവ് സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഓക്കെ, ഇവിടെ നെല്ലും തന്നിട്ടുണ്ട്, മാവും തന്നിട്ടുണ്ട്. നമുക്കറിയാം നെല്ല് നമുക്ക് ആവശ്യമാണ്, തീർച്ചയായിട്ടും നമുക്ക് വേണം. നമ്മൾ ഒരു തവണ നമ്മൾ നട്ടുവെച്ചാൽ അതിന്റെ വിള നമുക്ക് ലഭിച്ചു, ആ നെല്ല് ചെടി അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അല്ലെങ്കിൽ നമ്മളൊരു വാഴ, നമുക്ക് മലയാളികൾക്ക് വാഴയായിരിക്കും ഏറ്റവും മനസ്സിലാക്കാൻ എളുപ്പം. വാഴ നമ്മൾ വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു കുല ലഭിക്കും, അതിന്റെ ഫലം ലഭിക്കും. ഒരു വർഷം കഴിഞ്ഞാൽ തീർന്നു, ആ ഒരു കുല ലഭിച്ചതോടുകൂടി നമ്മുടെ അധ്വാനം എല്ലാം കഴിഞ്ഞു. അതേസമയം നമ്മളൊരു മാവ് നടുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും ട്രെൻഡുള്ള റംബൂട്ടാനാണ്. നമ്മൾ റംബൂട്ടാൻ 100-400 രൂപ കൊടുത്ത് ഒരു റംബൂട്ടാന്റെ തൈ മേടിച്ചു കൊണ്ടുവച്ചാൽ ആദ്യം നമുക്കൊന്നും കിട്ടില്ല, 2-3 വർഷം ഒന്നും കിട്ടില്ല. പക്ഷേ 4-ാമത്തെ വർഷം 3-ാമത്തെ വർഷം മുതൽ നമുക്ക് അതിൽ നിന്ന് മധുരിക്കുന്ന പഴങ്ങൾ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെയാണ് മാവും. ആദ്യത്തെ 2-3 വർഷം നമ്മൾ അതിനെ പരിചരിക്കണം, വെള്ളം ഒഴിക്കണം, വളവിടണം, പശു ആടൊക്കെ കടിച്ചുകൊണ്ട് പോകാതെ നോക്കണം. നമുക്ക് സമയമൊക്കെ, അധ്വാനമൊക്കെ കുറച്ച് കൂടുതലായിട്ട് വരും. പിന്നീട് അങ്ങോട്ട് ഇവിടെ നമ്മുടെ വീടിന് മുമ്പിൽ ഒരു മാവുണ്ട്, അതിനെ ആരും നോക്കുന്ന പോലും ഇല്ല. ഒരു കപ്പ് വെള്ളം അതിന്റെ ചുവട്ടിൽ ആരും കൊണ്ട് കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ സമയമാവുമ്പോൾ അത് പൂക്കുകയും കായ്ക്കുകയും മധുരിക്കുന്ന മാമ്പഴം നൽകുകയും ചെയ്യും. അതുപോലെയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. നമ്മൾ ചെയ്തു വെച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് ഒരു വരുമാനം ലഭിക്കും. ഫ്രണ്ട്സ്, ഈ ഒരു പോയിന്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് കിടക്കാം. ഒന്ന് കമന്റ് ചെയ്യൂ, നിങ്ങളുടെ കൺഫർമേഷൻ ആവശ്യമാണ്. സോ പാസീവ് സോഴ്സ് ഓഫ് ഇൻകം എന്താണ് എന്ന് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു റൂബി മേഡം. സെക്കൻഡ് വൺ, ബിൽഡ് എ റിസ്ക് ഫ്രീ ബിസിനസ്. ഫ്രണ്ട്സ്, ഒരു എന്റർപ്രണർ, നമ്മളൊക്കെ കേട്ടുള്ള ഒരു വാക്കാണ് എന്റർപ്രണർ, അല്ലെങ്കിൽ ഒരു വ്യവസായി.
ഒരു സംരംഭകൻ, ഇതൊക്കെ നമുക്ക് കേട്ടിട്ടുള്ള സുപരിതമായിട്ടുള്ള പദമാണ്. അതിന്റെ ഒരു സംരംഭകൻ എന്ന വാക്കിന്റെ ഡിക്ഷണറി മീനിങ് നോക്കിയാൽ ദ വൺ ഹൂ ഈസ് ടേക്കിംഗ് റിസ്ക് എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ റിസ്ക് ഏറ്റെടുക്കാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ ഒരു എന്റർപ്രണർ എന്ന് വിളിക്കുക, ഒരു സംരംഭകൻ എന്ന് വിളിക്കുക. ഫ്രണ്ട്സ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് നോക്കൂ. ഇവിടെ നമുക്ക് യാതൊരുവിധ റിസ്കുമില്ല. നോ റിസ്ക്. എപ്പോഴാണ് നമുക്ക് റിസ്ക് ആയിട്ട് തോന്നുക? നമ്മളൊരു 1 കോടി രൂപ മുടക്കി, അല്ലെങ്കിൽ ഒരു 50 ലക്ഷം രൂപ മുടക്കി, അല്ലെങ്കിൽ ഹാർഡ് ഏൺ ചെയ്ത് 1 ലക്ഷം രൂപ ഞാൻ മുടക്കി എൻ്റെ ഒരു ബിസിനസ് ഞാൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, 1 ലക്ഷം രൂപ മുടക്കി കഴിയുമ്പോൾ ചിലർക്ക് അത് ചെറുതായിട്ട് തോന്നാമെങ്കിലും ആ 1 ലക്ഷം രൂപ ചിലപ്പം എത്ര വർഷത്തെ എൻ്റെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഞാൻ മിച്ചം പിടിച്ച പൈസ ആയിരിക്കുമെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് ഞാൻ 1 ലക്ഷത്തിന് പോലും കണക്കെടുക്കുന്നത്. ഒരു ചെറിയ തുകയായിട്ട് തോന്നാം, പക്ഷെ ഇത് സമാഹരിക്കാനായിട്ട് അത് സമാഹരിച്ച വ്യക്തിക്ക് മാത്രമേ അറിയാൻ സാധിക്കും എത്രമാത്രം ബുദ്ധിമുട്ടുകളിലൂടെ അല്ലെങ്കിൽ എത്ര വർഷത്തെ അധ്വാനമാണ് 1 ലക്ഷം രൂപ. നമുക്ക് എന്തെങ്കിലും ഒരു 1 ലക്ഷം രൂപയെങ്കിലും നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി മുടക്കിയാൽ there is a risk element. നാളെ നമ്മൾ വിചാരിച്ച രീതിയിൽ ബിസിനസ് ഫ്ലറിഷ് ചെയ്യാതെ വന്നാൽ എൻ്റെ ഇത്രയും നാളത്തെ അധ്വാനം വൃഥാവിലാവാം, നഷ്ടമാവാം, ആ പൈസ പോവാം. ദാറ്റ് ഈസ് എ റിസ്ക്. അതുപോലെ തന്നെ ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും ഉണ്ട്. 2 കോടി രൂപ മുടക്കി ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഡെയിലി എനിക്ക് പ്രഷറാണ്, ടെൻഷനാണ്. എന്നാൽ ഡയറക്ട് സെല്ലിങ്ങിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി യാതൊരുവിധ റിസ്കുമില്ലാതെ അൺസർട്ടനിറ്റി, റിസ്ക് മീൻസ് അൺസർട്ടനിറ്റി. ബിസിനസ്സിൽ നമ്മൾ പറയാം അൺസർട്ടനിറ്റീസ്, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിനെ ഉലയ്ക്കില്ല. അതുകൊണ്ട് തന്നെ റിസ്ക് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് റിസ്ക് ഇല്ല. സീറോ റിസ്ക്. അതിന് കാരണമുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളൊന്നും എടുത്ത് അതിനുവേണ്ടി മുടക്കുന്നില്ല. എൻ്റെ 5 വർഷത്തെ അധ്വാനത്തിന്റെ ഭാഗമായിട്ടുള്ള 2 ലക്ഷം രൂപ ഞാൻ ഇതിനു വേണ്ടി മുടക്കുന്നില്ല, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഞാൻ മാറ്റിവെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റിസ്ക് ഇല്ല. There is no risk element involved in direct selling industry. ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ സാഹചര്യത്തില് റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏത് ബിസിനസ്സാണ് ഉള്ളത്? ഒരു ഹോട്ടൽ നമ്മൾ തുടങ്ങി എന്ന് വിചാരിക്കുക. ഭണ്ഡാരി വേണം അല്ലെ? ഒരു ദിവസം ഈ ഭണ്ഡാരി വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് കച്ചവടം ഉണ്ടാവില്ല. നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി, നമ്മൾ പ്രതീക്ഷിച്ച പോലെ കസ്റ്റമേഴ്സ് ഒരു വാക്കിന് വന്നില്ലെങ്കിൽ അത് നമുക്കൊരു റിസ്ക് ആണ്. തൊട്ടപ്പുറത്തൊരു ഷോപ്പ് വന്നാൽ there is an element of risk there. എന്നാൽ റിസ്ക് ഇല്ലാതെ, അൺസർട്ടനിറ്റീസ് ഇല്ലാതെ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. മൂന്നാമതായിട്ട് ഇപ്പോൾ ഈ നിമിഷം എന്നെ ശ്രവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ നിമിഷം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസരമാണ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ്. അതിനുള്ള കാരണമുണ്ട്. എനിക്ക് പ്രത്യേകമായിട്ടുള്ള ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും ഇതിനകത്ത് ബാധകമല്ല. നിങ്ങൾക്ക് മാറ്റിവെക്കാനായിട്ട് അല്പസമയമുണ്ടോ? വെറുതെ ചിലവഴിക്കുന്ന അല്പസമയം ക്രിയേറ്റീവായിട്ട് ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു മാനസിക മനോഭാവവും പ്രവർത്തിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയുമുണ്ടോ? Then you can excel in this. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട്. എനിക്കൊരു ഹോട്ടൽ തുടങ്ങണമെങ്കിൽ ഞാൻ ആദ്യം പോയി ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. വാഹനത്തിന് പാർക്കിംഗ്, വണ്ടി നിർത്താനുള്ള ആംബിയൻസും ഒക്കെ ഉള്ള സ്ഥലം കണ്ടുപിടിക്കണം. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഞാനത് ഫർണിഷ് ചെയ്യണം. എല്ലാത്തിനുമുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യണം. ഒത്തിരി പ്രീ റെക്വസിറ്റ്സ് വേണം. മുന്നൊരുക്കങ്ങൾ, സജ്ജീകരണങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഇവിടെ യാതൊരു മുന്നൊരുക്കങ്ങളും സജ്ജീകരണവും ഇല്ലാതെ എന്നെ ശ്രവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ നിമിഷം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബിസിനസ് അവസരം ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഡയറക്ട് സെല്ലിംഗ്.
നത്തിങ് ബട്ട് ഡയറക്റ്റ് സെല്ലിംഗ്. നാലാമതായിട്ട് ഇറ്റ്സ് എ പാർട്ട് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഫ്രണ്ട്സ്, നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്യുന്ന വ്യക്തിയുമാകട്ടെ, അല്പസമയം നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചാൽ, ഒരു ദിവസം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ആഴ്ചയിൽ 2 മണിക്കൂറോ നിങ്ങളുടെ സമയം അവൈലബിലിറ്റി അനുസരിച്ച്, അല്ലെങ്കിൽ ആഴ്ചയിൽ 5 മണിക്കൂറോ മാസത്തിൽ 5 മണിക്കൂറോ 2 മണിക്കൂറോ നിങ്ങളുടെ സമയ ലഭ്യത അനുസരിച്ച് നിങ്ങൾ എന്ത് തൊഴിലും ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ബിസിനസ് മേഖലയിലുള്ള വ്യക്തിയും ആയിക്കോട്ടെ, ആ ബിസിനസിന്റെ ഒപ്പം, ആ തൊഴിലിന്റെ ഒപ്പം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ബിസിനസ് അവസരമാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഞാനൊരു വീട്ടമ്മ ആയിക്കോട്ടെ, അല്പസ്വല്പ കൃഷിയൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി നടത്തി അത്യാവശ്യം ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു കമ്പനിയിൽ ഒരു ജോലിക്കാരനായിക്കോട്ടെ, ഒരു സ്വയം തൊഴിലുള്ള വ്യക്തി ആയിക്കോട്ടെ, എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് ഉള്ള വ്യക്തി ആയിക്കോട്ടെ, അവർക്കെല്ലാം അവർ ചെയ്യുന്ന തൊഴിലിന് ഭംഗം വരാതെ അതിൻ്റെ ഒപ്പം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു അവസരമാണ് ഡയറക്റ്റ് സെല്ലിംഗ്. പാർട്ട് ടൈം ഇൻകം ഓപ്പർച്യൂണിറ്റി. ഫുൾ ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, ബട്ട് യുവർ ചോയ്സ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ തൊഴിലിന്റെ ഒപ്പം ഏത് മേഖലയിലുള്ളവരാണെങ്കിലും അവർക്ക് നിങ്ങൾ ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് അതിന് ഭംഗം വരാതെ അതിൻ്റെ ഒപ്പം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു അവസരമാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഏതാണ് ഫ്രണ്ട്സ് അങ്ങനെയുള്ളത്? ഒരു കമ്പനി വർക്ക് ചെയ്യുന്നവർക്ക് മറ്റൊരു കമ്പനി വർക്ക് ചെയ്യാൻ സാധിക്കില്ല, ഒരു കമ്പനിയെ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഗവൺമെന്റ് ജോലിക്കാർക്ക് വേറെ എവിടെയും ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ നമുക്ക് ലഭിക്കുന്ന സമയത്തിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്. അഞ്ചാമതായിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഫിഫ്ത് വൺ, നോ പ്രയർ എക്സ്പീരിയൻസ് റിക്വയർഡ്. നോ പ്രയർ എക്സ്പീരിയൻസ് റിക്വയർഡ്. നമ്മൾ ഏത് കോഴ്സ് കഴിഞ്ഞാലും, +2 കഴിഞ്ഞവരാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും MBA കഴിഞ്ഞവരാണെങ്കിലും, നമ്മളൊരു ഇന്റർവ്യൂവിന് പോയാൽ അവർ ആദ്യം നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ നമുക്കറിയാം, ചില ബിസിനസ് മേഖലയിൽ നമുക്കതിന് എക്സ്പീരിയൻസ് ആവശ്യമാണ്. ചിലർ ഈ ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വീട്ടുകാർ ചോദിക്കും, അതിന് നിനക്ക് എവിടുന്ന ഇതിന്റെ എക്സ്പീരിയൻസ്? ചില ബിസിനസ് മേഖലകൾ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് മുന്നേറാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇവിടെ നമുക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും, സെല്ലിംഗ് എക്സ്പീരിയൻസും ബിസിനസ് എക്സ്പീരിയൻസും നമുക്ക് ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ജനിക്കുമ്പോൾ ലഭിക്കുന്ന ലൈഫ് സ്കിൽ ഉപയോഗപ്പെടുത്തി മുന്നേറാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ആവശ്യമുള്ളത് മാറ്റിവെക്കാനായിട്ട്, നീക്കിവെക്കാനായിട്ട് അല്പസമയം, ഇച്ഛാശക്തി അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തി, അതുപോലെ നേടിയെടുക്കാനായിട്ട് എന്തെങ്കിലും സ്വപ്നങ്ങളുള്ള വ്യക്തികളാണോ, അല്പസമയം മാറ്റിവെക്കാൻ സാധിക്കുന്ന വ്യക്തികളാണോ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ? ജന്മനാ നമുക്ക് ലഭിച്ച കഴിവുകളെ ഉപയോഗിക്കാനായിട്ടുള്ള മനോഭാവമുള്ള വ്യക്തികളാണോ? Then it is your cup of tea. Is your cup of tea. എങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് നിങ്ങൾക്കുള്ള അവസരമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എക്സ്പീരിയൻസ് ആവശ്യമില്ല, നമുക്ക് കഴിവുകൾ ആവശ്യമാണ്, നമ്മുടെ ലൈഫ് സ്കിൽ ലെവൽ ആവശ്യമാണ്. അത് നമുക്ക് ഇൻബോൺ ആയിട്ട് നമ്മൾ ലഭിക്കുമ്പോൾ നമുക്ക് ജന്മനാൽ ലഭിച്ചിട്ടുണ്ട്.
നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി പ്രകൃതിയോ ഈശ്വരനോ നമുക്ക് നമ്മുടെ മാതാപിതാക്കളിലൂടെ പകർന്ന് ലഭിച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിലും അധികമാണ് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ മുന്നേറുന്നതിന്. ഇനഫ് ആൻഡ് മോർ ഹാംഫുൾ. ആറാമതായിട്ട് ഫ്രണ്ട്സ്, നമുക്കൊക്കെ ആഗ്രഹമുണ്ട് നമ്മുടെ ജീവിതത്തോടൊപ്പം നമ്മുടെ മുമ്പിലെത്തുന്നവരെ കൈപിടിച്ചു നിർത്തണമെന്ന്. പക്ഷെ ഫ്രണ്ട്സ്, നമുക്കറിയാം ഒരിക്കലും ഒരു വ്യക്തിക്കും നമ്മുടേതുള്ളത് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. അതുപോലെ നമുക്കറിയാം നമ്മുടെ അടുത്ത് എത്തുന്നവർക്ക് എത്ര പേർക്ക് നമുക്ക് മീൻ പിടിച്ചു കൊടുക്കാൻ സാധിക്കും? ബുദ്ധിമുട്ടാണ്, അല്ലെ? മീൻ പിടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, അതിന് പരിമിതികളുണ്ട്. പക്ഷേ നിങ്ങളുടെ മുമ്പിലെത്തുന്ന ഓരോ വ്യക്തിയെയും നിങ്ങൾക്ക് മീൻ പിടിക്കാൻ പഠിപ്പിക്കാൻ സാധിക്കും. You can teach them how to fish. You can teach them how to fish. എങ്ങനെ മീൻ പിടിക്കണമെന്ന് നിങ്ങൾക്ക് അവരെ പഠിപ്പിക്കാൻ സാധിക്കും. ആ ഒരു സ്കിൽ ആരും അവരിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയുമില്ല. മീൻ പിടിച്ചു കൊടുത്താൽ ചിലപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവാം, പൂച്ച എടുത്തുകൊണ്ട് പോവാം, മീൻ നഷ്ടപ്പെടാം. പറയുന്നതിന്റെ ആ വേർഡ് മീനിങ്ങിൽ എടുക്കരുത്. മീൻ പിടിച്ചു കൊടുത്താൽ ആ മീൻ ചിലപ്പോൾ പൂച്ച എടുത്തുകൊണ്ട് പോവാം. ഈ മീൻ തിന്നു കഴിയുമ്പം, ഭക്ഷിച്ചു കഴിയുമ്പം നാളെയും ഇദ്ദേഹത്തിന് വിശക്കും, നാളെയും അവർ നിങ്ങളുടെ മുൻപിൽ വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു വ്യക്തിക്ക് കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതിൽ നമുക്ക് പരിമിതികളുണ്ട്. We all live in our own certain limitations. നമുക്ക് നമ്മുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. കൊടുത്ത് തൃപ്തിപ്പെടുത്താനായിട്ട് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചൊല്ലുണ്ട്, കൊടുത്ത് തൃപ്തിപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. That is not going to happen. But നിങ്ങളുടെ മുൻപിൽ എത്തുന്ന വ്യക്തികൾക്ക് ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി പങ്കുവെച്ചാൽ നിങ്ങൾ അവരെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നത് തുല്യമാണ്. You are filling them with a skill. നിങ്ങൾ അവരെ ഒരു സ്കില്ല് കൊണ്ട് നടക്കുകയാണ്. That is direct selling. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ നേടാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അവരെ നിങ്ങളുടെ ടീമിലൂടെ, നിങ്ങളിലൂടെ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ്. ആ ഒരു സന്തോഷത്തില്, ആ ഒരു ചാരിതാർത്ഥ്യത്തിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. യു ക്യാൻ ഹെൽപ്പ് പീപ്പിൾ ഏൺ. നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളെ സമ്പാദിക്കുന്നതിനെ സഹായിക്കാൻ സാധിക്കും. അവരുടെ വളർച്ചയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനും അഭിമാനിക്കാനും സാധിക്കും. ആ വ്യക്തി തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളിലൂടെ ആ വ്യക്തിയുടെ ജീവിതം മാറ്റിമറിക്കപ്പെട്ടു എന്ന അദ്ദേഹത്തിന് ഉത്തമ ബോധ്യവും ഉണ്ടാകും. ഇതാണ് ആറാമത്തെ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടുന്ന ഒരു അവസ്ഥ, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഏഴാമതായിട്ട് റെക്കഗ്നീഷൻ ആൻഡ് അപ്രീസിയേഷൻ. ഫ്രണ്ട്സ്, ഓർക്കുക, നമ്മളെ ഒന്ന് മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എത്ര നാളായി? അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എത്ര നാളായി? ആലോചിച്ചിട്ടുണ്ടോ? ബട്ട് ഡയറക്റ്റ് സെല്ലിങ്ങില് ഇത് ഒരു അടിസ്ഥാനമായിട്ടുള്ള പൊതു തത്വമാണ്. We appreciate, we recognize each other. Why? എന്റെ ടീമിൽ ഒരു വ്യക്തി പുതിയതായിട്ട് വളർന്നു വന്നാൽ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു പ്രത്യേകതയാണത് പോസിറ്റിവിറ്റി, റെക്കഗ്നീഷൻ ആൻഡ് അപ്രീസിയേഷൻ. നമുക്കറിയാം, മറ്റുള്ളവർ ഇന്ന് ഒരു കമ്പനിയിൽ എത്ര ആത്മാർത്ഥമായിട്ട് പണിയെടുത്താലും ബോസസ് നമ്മളെ പലപ്പോഴും അപ്രീഷിയേറ്റ് അല്ല ചെയ്യുക. കമ്പനി ജോലി ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾ ഒരു വ്യക്തിയുടെ താഴെ ജോലി ചെയ്യുമ്പോൾ എത്രയൊക്കെ പണിയെടുത്താലും നമുക്കറിയാം ലാസ്റ്റ് എന്താണെന്ന്. ബട്ട്
ഇവിടെ നിങ്ങളുടെ വിജയത്തിൽ ഓരോ വ്യക്തികളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും. എന്തുകൊണ്ടാണ്? ഓരോ വ്യക്തിയും ഈ ബിസിനസ്സിലൂടെ വളർന്നു വരുമ്പോൾ ആ വ്യക്തി മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം വരയിട്ട് ഉറപ്പിക്കുകയാണ്, ഈ മേഖലയിൽ എനിക്ക് വിജയിക്കാൻ സാധിച്ചെങ്കിൽ നിനക്കും നിങ്ങൾക്കും വിജയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വി റെക്കഗ്നൈസ് ആൻഡ് അപ്രീഷിയേറ്റ് ഈച്ച് അതർ. അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത. പല ഇൻഡസ്ട്രിയിലും ഇല്ല. കിടമത്സരമാണ്, ഇവിടെ അതില്ല. എട്ടാമതായിട്ട് പേഴ്സണൽ ഗ്രോത്ത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാകും, അടിമുടി മാറ്റങ്ങൾ ഉണ്ടാകും, സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ. നമ്മളൊന്ന് മാറാനും പഠിക്കാനും മനസ്സിലാക്കാനും മാറി ചിന്തിക്കാനും ഒന്ന് തയ്യാറാവുക എന്ന് മാത്രം. സോ ജസ്റ്റ് കുറച്ച് പൈസ നേടുക എന്ന് മാത്രമല്ല, ഒരു ശരിയായ കമ്പനി ചൂസ് ചെയ്യുന്നത് വഴിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഒമ്പതാമതായിട്ട്, നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ സ്വപ്നം കണ്ട ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കുന്നതിന് ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് സാധ്യമാണ്. ലീവ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് ഓർ ലീവ് എ ലൈഫ് ഓഫ് സിഗ്നിഫിക്കൻസ്. നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പ്രാധാന്യത്തിൽ ജീവിക്കുന്നതിന് ഡയറക്റ്റ് സെല്ലിംഗ് നിങ്ങളെ സഹായിക്കും. സമയവും സമ്പാദ്യവും സന്തോഷവും ആരോഗ്യവും ശരിയായ ഒരു കമ്പനി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ കണ്ട സ്വപ്നങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ കരഗതമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കുന്നതിന് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമായി കടന്നു വരുന്ന ശരിയായൊരു കമ്പനി ചൂസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും സാധ്യമാണ്. ദെൻ പത്താമതായിട്ട്, പല ബിസിനസ്സും അത് തുടങ്ങി വെച്ച വ്യക്തിയോടുകൂടി അവസാനിക്കുമ്പോൾ, ആ വ്യക്തി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവസാനിക്കുന്നതാണ് പല ബിസിനസ്. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് നേരത്തെ കണ്ട ഏതൊരു അസറ്റും പോലെ തന്നെയാണ്. അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ബിസിനസ് ബിൽഡ് ചെയ്ത് ഇൻകമൊക്കെ നേടി മുന്നോട്ട് പോയി സ്വാഭാവികമായിട്ടും നമ്മുടെ ആഗ്രഹമാണ് നമുക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും അവശേഷിപ്പിക്കുക എന്നുള്ളത്. കാരണം നമുക്കറിയാം, നമ്മളൊക്കെ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്. ചിലപ്പോൾ നമ്മൾ ഇത്രയൊന്നും അധ്വാനിക്കേണ്ടതിന്റെ ഒന്നും ആവശ്യം പോലും വരില്ല. ബട്ട് നമ്മളിലൂടെ കടന്നു വരുന്ന ഒരു തലമുറ, അവരെ പോലും സെക്യൂർ ചെയ്യുന്ന, അവർക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന, അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ്. We can leave a legacy for coming generations. Generations come. We keep a rich heritage for the generations to come. ഇനി വരാനുള്ള തലമുറകൾക്ക് ഒരു നീക്കിയിരിപ്പാണ് ഈ ഒരു ബിസിനസ് അവസരം. ഫ്രണ്ട്സ്, ഇതെല്ലാം നമുക്ക് ലഭിക്കുക ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ പിന്നെ മറ്റെവിടെയും. പഠിക്കൂ, മനസ്സിലാക്കൂ, അറിയാനായിട്ട് ശ്രമിക്കൂ. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ശരിയായൊരു കമ്പനി തിരഞ്ഞെടുത്ത് പ്രവർത്തിച്ചു തുടങ്ങും. കർമ്മനിരതരാകും. വിജയം നമുക്ക് സുനിശ്ചിതം. ഫ്രണ്ട്സ്, ഇതിന്റെ അടുത്ത ഭാഗം നാളെ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട്
ശ്രീ സമീർ മോദി സാർ ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യം കൊടുക്കുക, സാമ്പത്തിക സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടു കൂടി തുടങ്ങി വെച്ച മോദി കെയറിന്റെ ഭാഗമാകണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. കണ്ടു, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ആ ഒരു തീരുമാനമെടുക്കുമ്പോൾ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരിയായ ഒരു കമ്പനി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന്, നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കുന്നതിന് ശരിയായ ഒരു കമ്പനി തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്. എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമാകുന്ന വ്യക്തികൾ മോദി കെയർ അവരുടെ കമ്പനി ആയിട്ട്, അവരുടെ പ്ലാറ്റ്ഫോം ആയിട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ള 10 കാര്യങ്ങളാണ് നമ്മൾ നാളത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരെയും ഈ ഒരു തീരുമാനമെടുത്ത, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ തീരുമാനമെടുത്ത എല്ലാവരെയും നാളത്തെ ആ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി ഞാൻ ഇന്ന് തന്നെ സ്വാഗതം ചെയ്യുന്നു. നാളെ ഇതേ സമയത്ത് സൂമിലും യൂട്യൂബിലും നമുക്ക് ലഭിക്കും. അതിന്റെ ഭാഗമാകുക, അറിയുക, ശരിയായ തീരുമാനമെടുക്കുക, പ്രവർത്തിക്കുക, കർമ്മദരിദ്രാകുക. നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് ഒരു ശക്തിക്കും സാധ്യമല്ല. സോ ഫ്രണ്ട്സ്, അതുപോലെ നമുക്ക് ഇന്നും ന്യൂട്രീഷൻ 24/7 പ്രൊമോഷൻ ഓഫർ ലഭ്യമാണ്. വെൽ ഓൾ പ്ലാൻ പ്രോട്ടീൻ പൗഡർ 500 or 200 grams, കാൽഷ്യം കോംപ്ലക്സ്, ഇന്റലക്റ്റ്, വെൽ മൾട്ടിവിറ്റാമിൻ, മൾട്ടി മിനറൽ, ഈ 6 പ്രോഡക്റ്റ് സെഗ്മെന്റിൽ നിന്ന് 2000 രൂപ പ്രോഡക്ട്സ് മേടിച്ചാൽ വെൽ മൾട്ടിവിറ്റാമിൻ, മൾട്ടി മിനറലും, 4000 രൂപ പ്രോഡക്ട്സ് മേടിച്ചാൽ ഒരു വെൽ ഓൾ പ്ലാൻ പ്രോട്ടീൻ പൗഡർ 200 grams നമുക്ക് ലഭിക്കുന്നതാണ്. സോ മറക്കാതിരിക്കുക, വെൽ ഓൾ പ്ലാൻ പ്രോട്ടീൻ പൗഡർ, വെൽ ഇന്റലക്റ്റ്, വെൽ കാൽഷ്യം കോംപ്ലക്സ്, വെൽ ഫ്ലാക്സ് ഓയിൽ, വെൽ ഫിൽ ഓയിൽ, ഇതൊക്കെയാണ് നമുക്കുള്ള പ്രോഡക്റ്റ് ബാസ്ക്കറ്റ്. അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഓർക്കുക, ഇതുവരെ നമ്മൾ നമ്മുടെ ജോയിനിങ് ഫോർമാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള മാൻഡേറ്ററി റിക്വയർമെന്റ് നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് നാളെ ബില്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നമ്മളത് എഗ്രി ചെയ്യണം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യണം. എന്നാൽ മാത്രമാണ് നാളെ മുതൽ നമുക്ക് ബില്ല് ചെയ്യാൻ സാധിക്കുക. ഓർക്കുക, ഇന്ന് നമ്മുടെ മാസ അവസാനമാണ്, നമ്മുടെ ബിസിനസ് മന്ത് ക്ലോസിംഗ് ആണ്, മന്ത് എൻഡ് ആണ്. ഇന്ന് തന്നെ നമ്മുടെ പേഴ്സണൽ PV ചെയ്യാനായിട്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെയ്യാം. 100 PV നമ്മുടെ ഒരു സിസ്റ്റമാണ്. ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ ടീമിലുള്ളവരുടെ പോയിന്റ്സ് ഒക്കെ നോക്കുക. ആരെയെങ്കിലും ക്വാളിഫിക്കേഷനിലോട്ട് നയിക്കാനുണ്ടെങ്കിൽ, ചെറിയ പോയിന്റ്സിനൊക്കെ കുറവുണ്ടെങ്കിൽ അവരെ അവയർനെസ് കൊടുക്കുക. ശരിയായ രീതിയിൽ ഫലപ്രദമായിട്ട് ഇന്നത്തെ ദിവസം വിനിയോഗിക്കുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഹൃദയത്തിൽ നിന്ന് നേർന്നുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. Wish all the best, all the success and all the prayers. Me, Jomesham Joseph from Modi Care, signing off. Bye-bye. Thank you. Have a great day.